സ്റ്റേഷൻ എത്തി എത്ര വേഗം. അയ്യോ അമ്മേ, ഹോം സ്വീറ്റ് ഹോം. ഞാൻ ആ അലവലാതിനോട് പറഞ്ഞാണല്ലോ എന്നെ കൂട്ടാൻ വരാൻ. ആ ജന്തുവിന് ഇവിടെ ഓടിയും കാണുന്നില്ല. എടി കുട്ടി പിശാചേ, എടാ മോനെ അപ്പുക്കുട്ട, നിർത്തടി പുല്ലേ തല കറങ്ങുന്നു. കിണിച്ചോണ്ട് നിക്കാണ്ട് നിന്റെ പെട്ടിയെടുത്ത് നടക്കടി. വേഗം വേഗം. അതെ, ഒരു മൂത്ത ഏട്ടന്റെ കടമയാണ് ഇത്രയും ട്രാവൽ ചെയ്ത് കഷ്ടപ്പെട്ട് വന്ന അനിയത്തിന്റെ പെട്ടിയെടുത്ത് നടക്കണ്ടേ. അയ്യാ, ഈ തമ്പുരാട്ടിനെ ആരെങ്ങോട്ട് ക്ഷണിച്ചേ? നീ സ്വയം വന്നല്ലേ? എന്നാ പട്ടിയെടുത്ത് നടന്നാ മതിടി. ഡാട്ടി, മര്യാദക്ക് ആ പെട്ടികളെടുത്ത് നടന്നോളണം. അല്ലെങ്കിൽ ഓരോ കാര്യം ഞാൻ ഒന്നൊന്നായിട്ട് മാതാശ്രീനെ ചെയ്തെത്തിക്കും. ചേട്ട, എന്റെ എല്ലാ കാര്യം അറിയോ? അല്ലെങ്കിൽ വല്ല കടലിൽ കൊണ്ട് കളഞ്ഞാലീന. മതി സംസാരിച്ച് വണ്ടി എടുക്ക പോനെ. എനിക്ക് വീട്ടിൽ പോയിട്ട് എന്റെ വർഷേനെയും രാമേട്ടനെയും കാണണം. ഡീ, അത് നിന്റെ തന്തിയും തള്ളല്ലേ? അല്ലാണ്ട് വല്ല അനിയത്തിയോ അനിയനോ ഒന്നല്ലല്ലോ. ഇനി എനിക്ക് ഇഷ്ടമല്ല ഞാൻ വിളിക്കും. നീ അതടത്തിട്ട് മൂഞ്ചി, നീ എന്റെ പെട്ടിയെടുത്ത് നടക്കടാ. ഉത്തരവ് തമ്പുരാ. വർഷമോളെ, ഞാൻ എത്തിയേ. ഒന്നും മിണ്ടാണ്ടിരിക്കുക കൊച്ചേ, ഒരു ഇമ്പോർട്ടന്റ് സീൻ നടക്കുന്നതാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ്. ഉപ്പുമാവ് വേറൊന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഉപ്പുമാവ് മാത്രമേ ഉള്ളൂ. അഭിഷേകിന് ഉപ്പുമാവ് ഇഷ്ടമല്ലെന്നുള്ള കാര്യം അറിയില്ലേ? അറിയാം. ഇപ്പൊ അമൃതൊക്കെ നല്ലോണം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എണ്ണത്തിന് കുറവുണ്ടായിരുന്നു. ആരെങ്കിലും ഉപ്പുമാവെല്ലാം ഉണ്ടാക്കുവോ? സാധാരണ എല്ലാവരും അമൃതക്ക് നല്ല സപ്പോർട്ടാണല്ലോ. ഇവിടെ എന്താ നേരെ തിരിച്ച്? അത് പിന്നെ ആരെങ്കിലും ഉപ്പുമാവെല്ലാം ഉണ്ടാക്കുവോ? ഓഹോ, ഇവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? നല്ല പുഴുങ്ങിയ പഴവും ഉപ്പാവും. ബെസ്റ്റ്. ആരിപ്പം പറയുന്നുണ്ടേ ഉപ്പുമാവെല്ലാരും ഉണ്ടാക്കുവാന്. മൈശ്യാദിക്കത് തിന്നോളണം. അല്ല വള്ളേ, മോള് 4 മാസം കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് വരുന്ന ആൾക്കാരെ കാണുന്ന ഇവിടെ. എന്നാ പിന്നെ കുറച്ച് സ്നേഹപ്രകടനം കാണിച്ചൂടെ? പറയണ്ടേ അമ്മേനെ നമുക്ക് സ്നേഹം വേണാ. ഇങ്ങോട്ട് വാ എൻ്റെ കുഞ്ചിടുവാവേ, ചുറ്റിടുവാവേ. അയ്യേ, വിട്ടേ ക്രിഞ്ചടിക്കുന്നു. അവള് വല്ല വാക്കിയില് നമ്മളെല്ലാം ഒന്ന് ആക്കിയതാ ക്രിഞ്ച് പോലും. അപ്പളേക്കും പിണങ്ങിയോ? അമ്മേ, ഇങ്ങനെ പിണങ്ങല്ലാന്ന്. അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഫേസ് മോശമായി പോകും. ഒന്ന് പോടി, ഞാൻ ഏത് മൂഡിലും ഭയങ്കര ബ്യൂട്ടിയാണ്. തന്നെ ഞാൻ സമ്മതിച്ചു. അല്ല, നിന്നെ കൂട്ടാൻ പോയി ഒരുത്തരുണ്ടല്ലോ, അതെവിടെ പോയി? അതെന്നെ ഇവിടെ ഇറക്കിയിട്ട് എവിടെയോ അത്യാവശ്യമായി പോണെന്ന് പറഞ്ഞിട്ട് പോയി. വൈദവൈ മാതാജി, നിങ്ങളെ കന്നടക്കാരൻ രാമുവേട്ടൻ എവിടെ? ഡി വേണ്ടട്ടാ, സ്വന്തം തന്തക്കിട്ട് വിളിക്കാൻ നീ ആയിട്ടില്ല. അങ്ങയുടെ അച്ഛനമ്മ കന്നടക്കാരായ എന്തടി പ്രശ്നം? അങ്ങേരിപ്പോ 28 കൊല്ലമായിട്ട് നല്ല പച്ച മലയാളം പറയുന്നില്ലേ? ശരി, ആളെവിടെ? കുറച്ചേര മുമ്പിൽ പിന്നാമ്പുറത്തിരുന്ന് ഏതോ പുസ്തകം വായിക്കുന്ന കണ്ടീന്. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഓ, പുസ്തകം വായിക്കുക. ഹലോ കൂയ് രാമട്ട. ಬಂಧನ ಲೇಟೆಸ್ಟ್ ಬಂಧನ ಕೊಟ್ಬಿಟ್ಟು ಬಾಗಿನ ಇಸ್ಕೊಂಡೆ ಹತ್ತನ. ಡೇಟದು ಫಿಕ್ಸ್ ಇದೆ, ತಿಂಗಳು ಗೊತ್ತಿದೆ, ಬ್ಲಸ್ಸಿಂಗ್ ಮಾಡ್ಬಿಡ್ರಿ ಮಿಸ್ಟರ್ ಅಂಡ್ ಮಿಸ್ಸಸ್ ರಾಮಚಾರಿ. ಬುಕ್ಕಾಗೋ ಗೌರಿ ರಾಮಚಾರಿ, ಮಿಸ್ಟರ್ ಅಂಡ್ ಮಿಸ್ಸಸ್ ರಾಮಚಾರಿ. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ കർണാടക വക കേരള ലൈൻ എങ്ങനെ ഉണ്ടായിട്ട്. അത് നമ്മളെ വർഷ പണ്ടെങ്ങോ പഠിക്കാൻ വേണ്ടി മൈസൂർ വരെ ഒന്ന് പോയതാണ്. ആ വക കോളേജിൽ കണ്ണു തെറ്റി കണ്ടുമുട്ടിയതാണ് നമ്മളെ രാമേട്ടന്. പിന്നെ വർഷം ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് തീരുമാനിച്ച രാമേട്ടൻ കർണാടക അവസാനിച്ച് കേരളത്തോട്ട് വരുമായിരുന്നു 28 കൊല്ലം മുമ്പേ. അങ്ങനെയാണ് ഈ ഒരു ലൈൻ ഇവിടെ ഉണ്ടായത്. എന്റെ ഭദ്രക്കുട്ടി എത്തിയോ? പിന്നെ അല്ലാണ്ട് എനക്കറിയായിരുന്നു അപ്പനിട ഞാനില്ലാണ്ട് ബോറടിച്ചാവുന്നുണ്ടാവുന്നു. സത്യമോളെ, ഞാൻ ബോറടിച്ച് ചാവുമായിരുന്നു. സ്ഥിരം ഈ അമ്മയും മോന്റെ ഡ്രാമയെടുക്ക് ഞാൻ പെട്ടുപോയ അവസ്ഥയാണ്. നമുക്കതെല്ലാം ശരിയാക്കി എടുക്കാം. ഞാൻ വന്നില്ലേ? ಓಕೆ ಅದೆಲ್ಲ ಮಾಡು. ಮತ್ತೆ ಹೆಂಗಿದೆ ನಿನ್ನ ಬ್ಯಾಂಗ್ಳೂರ್ ಲೈಫ್? ಚೆನ್ನಾಗಿದೆ. ಮತ್ತೆ ಏನು ಹೊಸದೆಲ್ಲ ಕಲ್ತಿದ್ಯಾ? എൻ്റെ പൊന്നച്ഛ കന്നഡ വേണ്ട. അവിടെ സ്ഥിരം 4 നേരം ഇത് കേട്ട് ഞാൻ മടുത്ത്. ഓ, സ്വന്തം തന്തേന്റെ ഭാഷ പഠിക്കാൻ നമുക്ക് ഭയങ്കര കഷ്ടാണ്. വന്ന് ഏരിയപ്പാട് എന്നോട് അടി ഉണ്ടാക്കുവാണോ?
ഞാൻ അടിയൊന്നും കൂടുന്നില്ല. ഇനി വാ പോയി നിന്റെ അമ്മേന്റെ ഉപ്മാവ് കഴിക്കാം. വളരെ മികച്ച തീരുമാനം. പാറു ചായ വേണമെന്നായിരിക്കും അല്ലേ? അതെ, ചായക്ക് വേണ്ടി ചോദിക്കാൻ പോയത് തന്നെയാ. എന്തായാലും എണീച്ചില്ല. ഞാൻ മേലെ പോയി യോഗ ചെയ്തിട്ട് വരുന്നു. നിങ്ങൾ രാവിലത്തെ കസരത്തിന് ഇന്നാ മുറി കയറണ്ട, അവൻ വന്നിനി. ഏതവൻ? നിങ്ങൾക്ക് ഒരു മോനല്ലേ ഉള്ളൂ, വേദാന്ത് ശങ്കർ എന്ന് പറഞ്ഞിട്ട്. അവൻ തന്നെ ലാൻഡായി. ഓ, അവൻ നാടും വീടും കുടുംബം ഓർമ്മ വന്ന. എപ്പോ എത്തിയേ? പുലർച്ചെ 6 മണിക്ക് വന്നാന്ന്. ഒന്ന് തിന്നാണ്ടും കുടിക്കാണ്ട് പോയി കിടന്നിനി. ആഹാ, വെരി ഗുഡ്. ഡോക്ടർ സാർ വല്ല ഡയറ്റിംഗിലായിരിക്കും. അല്ല, നിന്നെ വാമി വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിനായിരുന്നു. ഇതും പറയാൻ പറഞ്ഞിനി. അവൾ അച്ഛനോട് പറയാൻ വേണ്ടിട്ട് അവൾ അക്കൗണ്ടിൽ 1000 രൂപ അയച്ചു കൊടുക്കാൻ. ബഹുത് അച്ഛ. അവൾ അച്ഛൻ ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞേക്ക്. മോനെ, എന്താ? ഞാനിന്റെ അച്ഛനാടാ. ഓ, ഹായ് അച്ഛ. അവന്റെ ഹായ് അച്ഛ. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വന്നിട്ട് ഒരു ഹായ്. അച്ഛ കാം ഡൗൺ. ഞാൻ വന്നില്ലേ, ഇനി ഇവിടെ തന്നെ കാണും 2 ആഴ്ചത്തേക്ക്. 2 ആഴ്ച മാത്ര? ഇത്രയും കാലം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നിട്ട് നീ 2 ആഴ്ചയിൽ പോന്നാ? 1 മാസം ലീവ് എടുക്കണ്ടേ? അതെ, തോന്നിയ പോലെ 1 മാസം 1 വർഷം ലീവ് എടുക്കാൻ വേണ്ടിട്ട്. ഞാൻ ആ ബിൽഡിങ്ങിന്റെ ഓണർ അല്ല, അവിടുത്തെ ഡോക്ടറാണ്. എന്നാലും 2 ആഴ്ചയിലും കുറച്ച് കുറവാന്ന്. എന്തേലാട്ട്. എടാ, നമ്മളെ ശാന്തേച്ചിന്റെ മോള് ചെന്നൈന് വന്നിനി. നീ ഒന്ന് പോയിട്ട് അവളെ കണ്ടിട്ട് വാ. നല്ല കുട്ടിയോടാ, നല്ല ഐശ്വര്യന്റെ ചായ ഉണ്ട് അവളെ കാണാൻ. ആ ചായ അമ്മ സ്വയം കുടിച്ചാൽ മതി. വെറുതെ തുടങ്ങല്ലേ പിന്നെയും കല്യാണം കല്യാണം കല്യാണം. വീട്ടിൽ കയറി വന്നാൽ ഇതേ പറയാനുള്ളൂ. ഫോൺ വിളിച്ചാലും ഇതേ പറയാനുള്ളൂ. എനിക്ക് 28 വയസ്സായി വെച്ചിട്ട് എന്നെ ഇപ്പം തന്നെ കെട്ടിച്ചു വേണോ? എടാ, നീ ഒന്ന് വെറുതെ കണ്ടിട്ട് വന്നാ മതി. വെറുതെ സംസാരിച്ചോ. ഞാൻ പറഞ്ഞില്ല എന്നെ കാര്യം കാണണ്ട. ഞാൻ പോന്ന്. ആളെവിടെ സ്വാമി? നീ എവിടെയാ ഓടിപ്പോന്നെ? ഈ വീട്ടിന് ദൂരെ എവിടെയെങ്കിലും സമാധാനം കിട്ടുമ്പോ അന്വേഷിച്ചു വരട്ടെ. വർഷ, നീ ഇവിടെ ഉണ്ടടി? ആരായത് രാവിലെ തന്നെ? ഓ, വിമല, നീയോ? നീ എന്താടി രാവിലെ ഇങ്ങോട്ടൊക്കെ? ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാടി. പിന്നെ ഇങ്ങോട്ട് കയറാൻ വെച്ച് നിന്നെ ഓർമ്മിപ്പിക്കാൻ. എന്തോർമ്മിപ്പിക്കാൻ? എടി, നീ മറന്നാ? നമ്മളെ വനിതാ ക്ലബിന്റെ വാർഷികല്ലേ വരുന്നേ? അയ്യോ, ആ കാര്യം എന്റെ തലയിൽ അങ്ങ് വിട്ടേ പോയി. നീ മറക്കുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ വന്ന് ഓർമ്മിപ്പിച്ചേ. പിന്നെ എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനും ഉണ്ടായിരുന്നു. ഇനി എന്താടി? എടി, എല്ലാ പ്രാവശ്യം നമ്മളെ പാർവതീന്റെ മോള് വാമിയല്ലേ പാടല് ഇനോഗ്രേഷൻ ആയിട്ട്. അവിടെ ഈ പ്രാവശ്യം നമുക്ക് ഡൽഹിയിൽ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ കമ്മിറ്റി എല്ലാം ടെൻഷനിലായിരുന്നു. അപ്പൊ ഞാൻ കയറി പറഞ്ഞ് നമ്മളെ വർഷന്റെ മൂക്ക് നല്ല ഒച്ചയാണല്ലോ, അവളെ കൊണ്ട് പഠിപ്പിച്ചാലോ. അവരെല്ലാരും നല്ല ത്രില്ലിലാണ്. അവള് പാടുമല്ലോ. എന്നെ പറ്റിയാണല്ലോ അത്. പാടാനോ? വിമല ആൻറ്റി അതിനെ വേണ്ടാത്ത കാര്യമില്ല ഏറ്റെടുക്കാൻ പോയാൽ ഞാൻ പാടുമൊന്നുമില്ല. ഇതെന്തെന്ന് കഷ്ട. അമ്മ, ഞാൻ പാടുമൊന്നുമില്ലേ? അതെന്താടി നിനക്ക് പാടിയാൽ എല്ലാ കൊല്ലം ആ പാർവതി കിടന്നിട ഷൈനയും അവളെ മോള് പാടിയെന്ന് പറഞ്ഞിട്ട്. ഈ പ്രാവശ്യം എനക്കും കുറച്ച് ഷൈനയാണ്. നീ പാടിയേ പറ്റൂ. ഇതെന്റെ നിർബന്ധമാണ്. എനിക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ പാടുമൊന്നുമില്ല. നീ പാടും പാടും പാടും. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. നീ പാടിയേ പറ്റൂ. അമ്മ, എനക്ക് പാർവതി ആരാനറിയില്ല. പാർവതിന്റെ മോൾ ആരാനൊക്കറിയില്ല. അമ്മയും ആൻറ്റി തമ്മിൽ എന്താ പ്രശ്നം എനിക്ക് തീരെ അറിയില്ല. പിന്നെ എന്തിനാ അമ്മ എന്നെ ഈ അടിയിൽ വലിച്ചിടുന്നത്? എന്തിനാണ് അമ്മ ടോക്സിക് ആവുന്നത്? ഇങ്ങനെ എന്നെ കൊണ്ട് നിർബന്ധിപ്പിക്കാനൊന്നും പാടില്ല. നീ പാടും, പാടിയിരിക്കും, പാടിയേ പറ്റൂ. അമ്മേ, നിനക്ക് നിന്റെ പോക്കറ്റ് മണി വേണമെങ്കിൽ നീ പാടും. ഇതൊന്നും ശരിയല്ല. വിമല, നീ പോയിക്കോടി, കുഴപ്പമൊന്നുമില്ല. ഇവള് പാടിക്കോളും. എന്നാ ശരി, ഞാൻ നാളെ വൈകുന്നേരം 7 മണിക്ക് ക്ലബ്ബ് കാണാം. ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. എന്തിനാടി നോക്കി പേടിപ്പിക്കുന്നേ? എന്താ അമ്മ ഇവിടെ ബഹളം കേട്ടെ? അതൊന്നുമില്ലടാ, അത് ഭദ്ര നാളെ നമ്മളെ വനിതാ ക്ലബില് ഒരു ഇനോഗ്രേഷൻ പാട്ട് പാടും. ആര്, ഇവളോ? എന്റെ അമ്മേ, ഒന്നോ കൊരങ്ങിന്റെ കയ്യിൽ മൈക്ക് കൊടുത്ത അവസ്ഥയായിരിക്കും. പോടാട്ടി, നിന്നെ ഞാനിത് തല്ലിക്കൊല്ലോ. വാടി, നിന്നെ ഞാൻ ആദ്യം അത്ര കരിനെ ഞാൻ എടുത്ത് കളയോടാ. അടിപ്പിലെ തായർക്ക്.
പിള്ളേരെ തല്ലി ചാവാതെ എല്ലേ വിട് തല്ലി ചാവ്. ಎಲೆಗೆತ್ತು ಯಾರ ಮುಖವ ನಾನು ನೋಡಿದೆ ആ തലയില് വീടി വിടൂലടാ, ഇന്ന് നിന്റെ പാഷനാക്കിയ മുടി ഞാൻ അങ്ങ് പറിച്ചെടുക്കും. ആ ഇവിടെ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. അങ്ങോട്ടേക്ക് പോവാണ്ടിരിക്കുന്ന എന്റെ രാവിലേക്ക് നല്ലത്. എന്ന വഴിയിൽ തന്നെ മെല്ലെ എസ്കേപ്പ് ആവാം. നിക്കണ അവിടെ. യെസ്, എന്താ വർഷം മോളെ? എനിക്ക് നാളെ ക്ലബിൽ ഉടുക്കണ ഒറ്റ ഒരു നല്ല സാരി ഇല്ല. എനിക്ക് ഇന്ന് തന്നെ പുതിയ സാരി വാങ്ങണം. അതിനെന്താ, നമുക്കിപ്പം തന്നെ പോവാലോ. പോ അവിടുന്ന്. പക്ഷേ നമുക്കിവിടെ എസ്കേപ്പ് ആവാം. ഇനി ഇവിടെ വെറും റൊമാൻസ് ആയിരിക്കും. ശരിയാ, സ്ഥലം കാലിയാക്കാം. ഇൻസ്റ്റാഗ്രാം തുറന്നാ ഈ ഒരു മ്യാവ് മ്യാവ് പാട്ടേ ഉണ്ടാവും. എടാ മോനെ, നീ എനിക്കൊരു ചെറിയ സഹായം ചെയ്തു തരണം. പിന്നെ വല്ല പെണ്ണുകളാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കൂല. ഞാൻ മെഡിക്കൽ ക്യാമ്പിന് പോകാൻ വേണ്ടി വല്ല ലോഡ്ജ് പോയി താമസിക്കും. എടാ ഇതൊന്നുമല്ല, നാളത്തെ പാർട്ടിക്ക് ഫുഡ് കമ്മിറ്റി ഞാനാ ഏറ്റത്. സാധാരണ വാമി പാടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഷൈനാവുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഇത് മാത്രമേ ഉള്ളൂ ഷൈനാവേണ്ട ഒരു ചാൻസ്. അമ്മ ഷൈനായിക്കോ, ഞാൻ വേണ്ടേ? നീയൊന്നും വേണ്ട, പക്ഷെ ചെറിയൊരു ഹെൽപ്പ്. ഞാൻ ഫുഡ് കേറ്ററിംഗുകാരെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ അവരിപ്പം വിളിക്കുമ്പോൾ പറയുന്ന അവർക്ക് സ്ഥലം വലിയ പിടിയില്ലാന്. അതുകൊണ്ട് നീ ചെറുങ്ങനെ അവരെ സ്ഥലമെല്ലാം കാണിച്ച് ആ വെന്യൂ വരെ കൊണ്ടുവന്ന ടേബിളെല്ലാം സെറ്റ് ചെയ്യുന്നവരെ അവിടെ നിന്നാൽ മതി. അത് കഴിഞ്ഞ് പോയിക്കോ, കുഴപ്പമില്ല. ശരി, സ്ഥലം എന്ന് പറയണ്ടേ, ഒരു കേറ്ററിംഗ് ഇറങ്ങിയിട്ടില്ലേ? എന്തായാലും എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ക്യാമ്പ്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. മുത്തടാ നീ. മതി, അധികം പൊക്കണ്ട. ഹലോ ഹർമീസ്, ഇന്നത്തേക്ക് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമ്മളെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ 1K വ്യൂ തന്നതിന് താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും അടുത്ത് വരാൻ പോകുന്ന എല്ലാ എപ്പിസോഡിനും ലെങ്ത് കുറച്ചും കൂടി കൂട്ടാൻ ശ്രമിക്കാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. ഓക്കെ, ബൈ.